ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റൈസ് ആൻഡ് ഷൈൻ. അപ്പോൾ എങ്ങനെ എല്ലാവർക്കും സുഖമാണല്ലോ. അങ്ങനെ നമ്മുടെ 2026 ഓണം എത്താറായി. അപ്പോൾ ഈ ഓണത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു പായസത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നമ്മുടെ അമ്പലപ്പുഴ പാൽപ്പായസം ഇല്ലേ, അതിൻ്റെ റെസിപ്പിയാണ്. പക്ഷേ ആ പായസത്തിൻ്റെ ഒപ്പം നിൽക്കാൻ ഇതിനാവില്ല. അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ, നമുക്കെല്ലാവർക്കും അറിയാം. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പായസത്തിൻ്റെ റെസിപ്പി ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പാൽപ്പായസം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഉരുളി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉരുളിയിലേക്ക് ഒരു 3 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. 3 കപ്പ് വെള്ളം എന്ന് പറയുമ്പോൾ ഒരു 750 ml വെള്ളമാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു 1.5 ലിറ്റർ പാല് കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ നല്ല പശുവും പാലാണ് എടുത്തിട്ടുള്ളത്. പാലും കൂടെ ചേർത്ത് കഴിഞ്ഞ് ഇതിനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. പാട കെട്ടാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. പായസം ഉണ്ടാക്കാനുള്ള അരി ഒരു അരമണിക്കൂർ കുതിർത്തതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിനെ ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം, ഇല്ലെങ്കിൽ പാല് പാട കെട്ടും. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അരിയെല്ലാം പാലിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. കൂടാതെ നമ്മുടെ പായസം ചെറുതായിട്ടൊരു പിങ്ക് നിറത്തിലും ആയിട്ടുണ്ട്. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം, ഇല്ലെങ്കിൽ പാട കെട്ടിപ്പോവും. ഈ ഒരു സമയമാകുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ, ഇല്ലെങ്കിൽ അടി പിടിക്കാനും ചാൻസ് കൂടുതലാണ്. ഇതാ നമ്മുടെ പായസത്തിൽ അരിയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മണത്തിനും ടേസ്റ്റിനും ആവശ്യമായിട്ടുള്ള ഏലക്ക ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഏലക്ക നന്നായിട്ട് പൊടിച്ചല്ല, ചെറുതായിട്ട് ചതച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ആവശ്യമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതിയാവും. ഇപ്പോൾ മധുരമൊക്കെ കുറച്ച് മതിയെങ്കിൽ ഇത് ചേർക്കണമെന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാരയുടെ അളവ് ഒരല്പം കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാവുന്നതാണ്. ഇതും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടുത്തതായിട്ട് വേറൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് ആവശ്യമായിട്ടുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ചേർത്ത് കൊടുക്കാം. അത് നെയ്യിൽ കിടന്ന് ചെറിയൊരു ബ്രൗൺ നിറമാവുന്നത് വരെ മൂപ്പിച്ചെടുക്കാം. ഒരു ടൈം എത്തുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പായസത്തിലേക്ക് ഇതിനെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ പായസം ഇവിടെ ഏകദേശമല്ല മുഴുവനായിട്ട് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു മണവും കൂടെ വരുന്നുണ്ട് കേട്ടോ. നെയ്യുടെയും വറുത്ത അണ്ടിപ്പരിപ്പിൻ്റെയൊക്കെ നല്ലൊരു മണം കൂടെ വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ രുചിയേറിയ പാൽപ്പായസം ഇവിടെ റെഡിയായി കഴിഞ്ഞു. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ അറിയാം ഇത് എന്ത് ടേസ്റ്റ് ആയിരിക്കുമെന്ന്. കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്നൊരു പായസമാണ്. കൂടാതെ അവർക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. ഇനി അങ്ങോട്ട് സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയൊക്കെ ഓണം എത്താറായില്ലേ. അപ്പോൾ എല്ലാവരും വീട്ടിൽ സദ്യയും പായസവും ഒക്കെ ഉണ്ടാക്കുമെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. കുറച്ച് സമയം കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു പായസമാണിത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കൂടാതെ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ ഓരോ റെസ്പോൺസും ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ചെയ്യാനായിട്ട് എനിക്കുള്ള പ്രചോദനമായിരിക്കും. എന്നാൽ പിന്നെ എങ്ങനെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ ഈ പായസം ഉണ്ടാക്കി കൊടുക്കില്ലേ. എൻ്റെ മോൻ ഈ പായസം ഒരുപാട് ഇഷ്ടമായി. അതുപോലെ നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ കുട്ടികൾക്കും ഈ പായസം ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കില്ലേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഓരോ അഭിപ്രായവും എന്നെ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. അപ്പോൾ വീണ്ടും ഇതുപോലൊരു വീഡിയോയുമായി എത്തുന്നത് വരെ ബൈ ബൈ.